ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഹിൻസറാണ്. അപ്പോൾ അതാ നമ്മുടെ അക്കൗണ്ടൻസി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ, +2 സ്റ്റാർട്ട് ചെയ്തു. അതിൽ തന്നെ അക്കൗണ്ടൻസി നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് നമ്മളിതാ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. യെസ്, അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ഐറ്റമാണ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. യെസ്, അപ്പം ആ ഒരു കൺസെപ്റ്റ് അത് എന്താണ്, ഈ ഒരു അക്കൗണ്ട് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മുടെ എന്താണ് എക്സാമിനൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റെഡി? അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ വീഡിയോ. നമുക്ക് നോക്കാം എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ളത് അല്ലേ. റെഡി? അപ്പോൾ ശ്രദ്ധിച്ചോ, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. റെഡി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താ നമുക്കറിയാം. അതിൻ്റെ ഇടയിൽ ആര് കൂടി ഒരു അപ്രോപ്രിയേഷൻ കയറി വന്നു അല്ലേ. അപ്പം നമുക്ക് നോക്കേണ്ടത് ഇതാണ്, ഇയാളെ പറ്റിയാണ്. റെഡി? അപ്പോൾ ശ്രദ്ധിച്ചോ എന്താണെന്നുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, എക്സ്റ്റൻഷൻ ആണ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃത്യമായി നമ്മൾ പഠിച്ചതാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കൃത്യമായി പഠിച്ചു +1 തന്നെ അല്ലേ. ഒരു ഫേമിന്റെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. റെഡി? നമ്മൾ എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചുകൊണ്ട് ആ ഒരു ഫേമിന് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായി കണ്ടുപിടിച്ചു അല്ലേ. ഈ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വേണ്ടേ? യെസ്, അപ്പോൾ ഈ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട്, നമ്മൾ ഇവിടെ പഠിക്കുന്ന എന്താണ് +2 പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടാണ്. അപ്പോൾ ഒരു ഫേമിലുള്ള പ്രോഫിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാ? പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാ അല്ലേ. ആ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മളെന്താ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ അതിന്റെ തൊട്ടടുത്ത് അതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ, എന്താണ് അതിന്റെ കൂടെ തന്നെ ഉള്ള അതിന്റെ ഒരു വൈഡ് ഫോം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്ത് പറയാം, ഒരു വിപുലീകരണം എന്നൊക്കെ പറയില്ല, നമ്മൾ കൂട്ടി ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയൊരു ഫോം എന്നൊക്കെ പറയുന്നത്. യെസ്, അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്തത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് ഈ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലൂടെ നമ്മൾ നോക്കുന്നത്. റെഡി? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരിക എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. റെഡി? അത് നമുക്ക് എന്താക്കാം, ഒരു ഫോർമാറ്റിലൂടെ പഠിക്കാം. ഇതാണ് എന്തെന്ന് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. റെഡി? ആദ്യം തന്നെ നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ പറഞ്ഞു? പ്രോഫിറ്റ് ആണ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ. ആ പ്രോഫിറ്റ് നമ്മൾ എവിടെ കണ്ടെത്തി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടതും എന്ത് തന്നെയായിരിക്കും? പ്രോഫിറ്റ് തന്നെയായിരിക്കും അല്ലേ. യെസ്, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഏത് സൈഡിലായിരുന്നു? നമ്മളതാ ഡെബിറ്റ് സൈഡിലായിരുന്നു. ഏതിന്റെ ബാലൻസ് വരിക? നമുക്ക് ഏത് വരിക? നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ക്രെഡിറ്റ് കൂടി ഡെബിറ്റ് കുറയുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ഇൻകം കൂടി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറയുന്ന സാഹചര്യത്തിലായിരുന്നു നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ആയിട്ട് കിട്ടിയിരുന്നത്. ആ ബാലൻസ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ഇറക്കിയിടുന്നു. പ്രോഫിറ്റ് ഇങ്ങോട്ട് മാറ്റിയെഴുതുന്നു. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ. അതായത് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്താക്കുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. എങ്ങനെ? ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞുകൊണ്ട്, ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്തു. ശേഷം ഒരു ഐറ്റം കൂടി നമുക്ക് എവിടെ റെക്കോർഡ് ചെയ്യാനുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാനുള്ളൂ. അത് മറ്റൊന്നും അല്ലതാ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ഓക്കെ, അതിനൊരു കൺസെപ്റ്റ് മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫേമിന്റെ പ്രോഫിറ്റിനെ കൂട്ടുന്ന ഐറ്റം, അതായത് ആ ഫേമിലെ പ്രോഫിറ്റിനെ കൂട്ടുന്ന ഐറ്റം, അതായത് എന്താ, ആ ഫേമിലേക്ക് വരുന്ന എമൗണ്ട്സ് പാർട്ട്നേഴ്സുമായി റിലേറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, അതായത് പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആ പാർട്ട്നേഴ്സുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ആ ഫേമിന്റെ പ്രോഫിറ്റിനെ കൂട്ടുന്ന ഫേമിന്റെ പ്രോഫിറ്റിനെ കൂട്ടുന്ന എന്തെല്ലാം ഐറ്റം ഉണ്ടോ അതെല്ലാം നമ്മൾ എന്താക്കുന്നു? ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഓക്കെ, റെഡി? അതേപോലെ എന്താണ്, ആ പാർട്ട്നേഴ്സുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫേമിന്റെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു?
പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു എന്നതാണ് ഈ ഒരു അക്കൗണ്ടിന്റെ കോൺസെപ്റ്റ്. അത് അതേപോലെ മക്കൾ മനസ്സിലാക്കിയാൽ ഈ ഫോർമാറ്റ് സിമ്പിൾ ആണ്. അതിലൊന്നുമില്ല, പ്രോഫിറ്റ് നമ്മൾ എന്താക്കി ക്രെഡിറ്റ് സൈഡിൽ എഴുതി എന്ന് മക്കളോട് പറഞ്ഞു അല്ലെ. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്താക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ഇറക്കിയിടുന്നു, എഴുതി. ദെൻ ശേഷം നമുക്ക് എന്താ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന പിന്നുള്ള ഒരേ ഒരു ഐറ്റം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അവിടെ എഴുതുന്നത്? എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മളെന്താണ് പാർട്ട്നേഴ്സ് നമ്മുടെ ഫേമിൽ നിന്നും എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവരെന്താ ഫേമിലേക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അപ്പൊ ഫേമിലേക്ക് പാർട്ട്ണറുടെ കയ്യിൽ നിന്നും പൈസ വരികയാണ് അല്ലെ, വരികയാണ്. അതിന്റെ മീനിങ് എന്താ? ഫേമിന്റെ പ്രോഫിറ്റ് കൂടുകയാണ് അല്ലെ. പൈസ ഫേമിലേക്ക് വരുമ്പോൾ പ്രോഫിറ്റ് കൂടുമല്ലോ. യെസ്, അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അവിടെ എഴുതിയിട്ടുള്ളത്. അതേ ഉള്ളൂ, അതേ നമുക്ക് അവിടെ എഴുതാനുള്ളൂ. ഓക്കെ, ഇനി ഇതാ ഡെബിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നോക്കി, നമ്മൾ പറഞ്ഞു പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന പാർട്ട്നേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേമിന്റെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. ദാ പ്രോഫിറ്റ് അവിടെ എഴുതിയിട്ടുണ്ട്, എന്താ ലോസ് ഇവിടെ ആയിരിക്കും എഴുതുക. ഓക്കെ, അത് വിട്. അതിനുശേഷം ഏതൊക്കെയാ നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. കണ്ടല്ലോ, പാർട്ട്നേഴ്സ് ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ്, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ഫേം പാർട്ട്ണർക്ക് കൊടുക്കുകയാണ് ഇത് ഇൻട്രസ്റ്റ്. അതായത് ഫേമിൽ നിന്നും പൈസ എന്താ പാർട്ട്ണറിലേക്ക് പോവുകയാണ്. ഫേമിൽ നിന്നും പൈസ പാർട്ട്ണറിലേക്ക് പോവുക മീൻസ് എന്താ പ്രോഫിറ്റ് കുറയല്ലോ അല്ലേ. ദെൻ അതേപോലെ നോക്കുക പാർട്ട്ണറുടെ സാലറി അതുപോലെ തന്നെ കമ്മീഷൻ രണ്ടും എന്താണ് പാർട്ട്ണർക്ക് പോവുകയാണ് ഫേമിൽ നിന്നും അല്ലെ, പാർട്ട്ണർക്ക് കൊടുക്കുകയാണ്. സോ എന്താണ് പ്രോഫിറ്റ് കുറയ്ക്കുന്ന ഐറ്റമാണ്. ദെൻ അതേപോലെ നോക്കുക ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും സാഹചര്യത്തിൽ ഫേം എന്ത് ചെയ്യുന്നു, പാർട്ട്ണറിൽ നിന്നും എന്തെങ്കിലും ലോൺ എടുക്കുന്നു. ഓക്കെ, ലോൺ എടുക്കുന്നു. ആ ലോണിന് എന്താണ് ഫേം പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. റെഡി, അതും നമ്മൾ എന്താക്കുന്നു ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു അല്ലെ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ജനറൽ റിസർവിലേക്ക് എന്തെങ്കിലും എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഇത്രയേ ഉള്ളൂ ഐറ്റം. ഇതാണ് സംഭവം. ആ കൺസെപ്റ്റ് മക്കൾ മറന്നു പോകാതിരിക്കുക. അതായത് പ്രോഫിറ്റിനെ കൂട്ടുന്ന ഐറ്റമായിട്ടുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു, കുറയ്ക്കുന്ന ഐറ്റത്തെ നമ്മൾ എന്താക്കുന്നു ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. അതായത് പാർട്ട്ണറുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഐറ്റംസ്. റെഡി, അപ്പോൾ ക്രെഡിറ്റിൽ ഒറ്റ ഐറ്റം വരുള്ളൂ, ഇത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രം, അത് ഓർത്ത് വെച്ചാൽ മതി. ദെൻ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ശേഷം വരുന്നത് എന്താണ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്താക്കുന്നു പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു അവരുടെ എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. ലോസ് ആണെങ്കിൽ ഇവിടെ എന്താ നമ്മൾ ഷെയർ ചെയ്യുന്നു. അതാ പരിപാടി. നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഇത് ഒന്നുകൂടെ സെറ്റ് ആയിട്ട് പഠിക്കാം. മക്കൾ ശ്രദ്ധിച്ചോ, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. മോണിക്ക ആൻഡ് കൃഷ്ണൻ ആർ പാർട്ട്നേഴ്സ് with a capital of 80,000 and 1 lakh respectively. They agreed on the following. Okay, following details എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഷെയർ പ്രോഫിറ്റ് ഈക്വലി. ഓക്കെ, പ്രോഫിറ്റ് ഈക്വലി ആയിട്ട് അവർ ഷെയർ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട് 9% ആണ്. റെഡി, പിന്നെയോ ഇൻട്രസ്റ്റ് ചാർജ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ് ചാർജ് തന്നിട്ടുണ്ട് എത്രയാ 6%. സാലറി ടു ബി പെയ്ഡ് ടു കൃഷ്ണൻ അറ്റ് 600 പെർ മന്ത്. ഓക്കെ, അപ്പൊ എന്താണ് കൃഷ്ണന് സാലറി കൊടുത്തിട്ടുണ്ട് എത്രയാ 600 മാസം കൊടുക്കുന്നത്. പിന്നെയോ മോണിക്ക വിഡ്രോ എത്രയാ 8,000 ആൻഡ് കൃഷ്ണൻ 6,000. ഓക്കെ, രണ്ടുപേരുടെയും വിഡ്രോവലും നമുക്ക് തന്നിട്ടുണ്ട്. എത്ര എമൗണ്ട് അവർ വിഡ്രോ ചെയ്തതെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡിങ് December 31st, 2030 വാസ് ഓക്കെ 56,000 ആണ് എന്തെന്ന് അവരുടെ ആ വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം. റെഡി, മക്കൾ ശ്രദ്ധിച്ചോ. കള്ളിയൊക്കെ വരച്ചു, നമ്മളിതാ എഴുതാൻ പോകുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. റെഡി, പെർട്ടിക്കുലേഴ്സ് എഴുതുന്നു, എമൗണ്ട് എഴുതുന്നു, പെർട്ടിക്കുലേഴ്സ് എഴുതുന്നു, എമൗണ്ട് എഴുതുന്നു. നമുക്കറിയാം എന്തറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഏത് ഐറ്റം ആയിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക? ഏതായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് എത്രയാ 56,000 ആണ്. അത് ആദ്യം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? അറിയാം, ക്രെഡിറ്റ് സൈഡിലാണ് അല്ലേ. ഇതാ നമ്മൾ എഴുതുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്രയാ 56,000 നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി ഒരു ഐറ്റം കൂടി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുള്ളൂ. ഏതാണ് ആ ഐറ്റം? ഏതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൃത്യമായി തന്നിട്ടില്ലേ? ഇതാ നോക്കുക, ഓരോരുത്തരും എത്രയാണ് വിഡ്രോ ചെയ്തത് എന്നും തന്നിട്ടുണ്ട്. അവരുടെ എന്താണ് ഇൻട്രസ്റ്റ് വിഡ്രോ റേറ്റും തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റെഡി, അപ്പൊ നോക്കിക്കോ നമുക്ക് ആദ്യം തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ
ഡ്രോയിങ്സ്. ഫസ്റ്റ് നമുക്ക് ആരത് മോണിക്കേൻ്റെ കാണാം. റെഡി? മോണിക്കേൻ്റെ എത്രയാ? 8,000 ആണ് വിഡ്രോ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി? എത്രയാണ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്? 6% ആണ് അല്ലേ? യെസ്. അപ്പോൾ 80,000 6% എന്ന് പറയുമ്പോൾ എത്രയാ? 480 വരും. അതേപോലെ തന്നെ കൃഷ്ണന്റെ ഉണ്ട് അല്ലേ? കൃഷ്ണന്റെ ഉണ്ട്. എത്രയായിരുന്നു? 6,000 ആയിരുന്നു കൃഷ്ണന്റെ എന്തെന്ന് വിഡ്രോ അല്ലെ? അവരുടെ റേറ്റും 6% ആണ്. നമുക്ക് കാണാം 360. രണ്ടും നമുക്ക് എന്താക്കണം? റെക്കോർഡ് ചെയ്യണം വേണ്ടേ? ഇതാ നമുക്ക് ആദ്യം ആരത്? മോണിക്കയുടെ റെക്കോർഡ് ചെയ്യാം. മോണിക്ക എത്രയായിരുന്നു? 480 ആയിരുന്നു. ദെൻ കൃഷ്ണൻ. ഓക്കെ, കൃഷ്ണൻ എത്രയാ? 360 ആയിരുന്നു അല്ലേ? സോറി, യെസ് 360. ടോട്ടൽ എത്ര വരുന്നു? യെസ് 840 വരും. ഓക്കെ, നമ്മൾ റെക്കോർഡ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ഈ രണ്ടേ ആയിട്ടുള്ള നമ്മൾ കൃത്യമായി റെക്കോർഡ് ചെയ്തു. പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് എന്താ ഡെബിറ്റ് സൈഡിലേക്ക് വരണം അല്ലേ? ഡെബിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് റെക്കോർഡ് ചെയ്യാൻ? നോക്കുക, ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റം ആണോ? അല്ല അല്ലേ? സ്കിപ്പ്. പിന്നെ എന്താ? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ആണ് കണ്ടുപിടിച്ച ശേഷം നമുക്ക് ആവശ്യമുള്ള ഐറ്റം ആണ്. പിന്നെയോ ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ ക്യാപിറ്റൽ ഉണ്ട് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, നമുക്ക് ആവശ്യമില്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റം ആണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് റെക്കോർഡ് ചെയ്യണം. ഓരോരുത്തരുടെയും എന്തെന്ന്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. റെഡി? ആരതൊക്കെയാ? മോണിക്ക, ദെൻ കൃഷ്ണൻ. റെഡി? അപ്പോൾ രണ്ടുപേരുടെ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് എന്താക്കണം കാൽക്കുലേറ്റ് ചെയ്യണം വേണ്ടേ? റെഡി? അപ്പോൾ എത്ര ഇൻട്രസ്റ്റ്? മോണിക്കേൻ്റെ എത്ര? 80,000 ആണ്. കൃഷ്ണൻ്റെ 1 lakh ആണ്. എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ റേറ്റ്? 9% ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പേരുടെ എന്താക്കാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. റെഡി? ഫസ്റ്റ് നമുക്ക് മോണിക്കേൻ്റെ കാണാം. മോണിക്ക എത്രയാണ്? 80,000 ആണ് അല്ലേ? 80,000 ഇൻറ്റു 9% ആണ്. റെഡി? 80,000 9% എന്ന് പറയുമ്പോൾ എത്രയാ? 7,200 വരുന്നു. റെഡി? പിന്നെയോ കൃഷ്ണന്റെ ഉണ്ട് അല്ലേ? കൃഷ്ണന്റെ ഉണ്ട്. എത്രയായിരുന്നു ക്യാപിറ്റൽ? 1 lakh ആയിരുന്നു നമുക്ക് തന്നത്. 1 lakhന്റെ 9% എന്ന് പറയുമ്പോൾ എത്രയാ? 9,000. റെഡി? ഇത് നമുക്ക് എന്താക്കണം? കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാം. എത്രയായിരുന്നു? 7,200 എത്രയോ? 9,000 ആയിരുന്നു അല്ല? ടോട്ടൽ എത്ര വരുന്നു? 16,200. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. നമ്മളെന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് എന്താ റെക്കോർഡ് ചെയ്യാനുള്ളത്? ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. സാലറി ഉണ്ട് അല്ലെ? കൃഷ്ണന് സാലറി ഉണ്ട്. എത്രയാ? 600 ആണ്. ഓക്കെ, അത് നമുക്ക് റെക്കോർഡ് ചെയ്യണം. കൃഷ്ണന്റെ സാലറി. റെഡി? കൃഷ്ണന്റെ സാലറി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, എത്രയാ? കൃഷ്ണന്റെ സാലറി. റെഡി? എത്ര വരുന്നു? 600 പെർ മന്ത് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 600 പെർ മന്ത് ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്താക്കുന്നു? ഇൻറ്റു 12 ചെയ്യുന്നു. എത്ര വരുന്നു? 7,200 വരുന്നു. റെഡി? അപ്പോൾ സാലറി നമ്മൾ റെക്കോർഡ് ചെയ്യും. പിന്നെ എന്താ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത്? സാലറി കഴിഞ്ഞു. പിന്നെ എന്താ? ഡ്രോയിങ്സ് ആണ് നമ്മൾ ചെയ്തു. പിന്നെ പ്രോഫിറ്റ് ആണ്. കണ്ടല്ലോ, എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തു. റെഡി? ഇനി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ? ഇല്ലല്ലോ അല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ പരിപാടി കഴിച്ചു. ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം റെക്കോർഡ് ചെയ്തു. വേണ്ടതെല്ലാം നമ്മൾ എന്താക്കി? കൃത്യമായി റെക്കോർഡ് ചെയ്തു. ശേഷം നമുക്ക് എന്താക്കാം? ബാലൻസ് ചെയ്യാം. റെഡി? ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാ? 56,840 വരുന്നു അല്ലേ? 56,840 വരുന്നു. യെസ്, 56. റെഡി? യെസ്. ഇനി നമുക്കിതൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ബാലൻസ് ചെയ്ത് നോക്കാം. റെഡി? യെസ്. 200 plus 7, 200 is equal to ഇത് minus 56 840 അല്ലേ? 840 ആണ്. റെഡി? എത്ര വരുന്നു? യെസ്, 33,440. ഇതാണ് എന്ത് വന്നിട്ടുള്ളത്? നമ്മളെ ടോട്ടൽ പ്രോഫിറ്റ് വന്നത്. സോറി, ഇവിടെ എത്രയാണ് ഞാൻ എഴുതിയത്? 480 അല്ലേ? 56,840 ആണേ. റെഡി? അപ്പോൾ എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് വന്നത്? 33,440 ആണ് അല്ലേ? ഇത് നമുക്ക് എന്താക്കണം? അവരുടെ
ഈക്വൽ ഷെയറിംഗ് ആണ് അല്ലേ. അവരുടെ എത്രയാ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ക്വസ്റ്റ്യൻ എത്രയാ പറഞ്ഞിട്ടുള്ളത്, അവരുടെ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യുന്നതാണ് പറഞ്ഞത്, ഈക്വലി. റെഡി, ഈക്വലി അവർ ഷെയർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റെഡി, അപ്പം നമുക്ക് എന്താക്കാം, ഇത് ഈക്വൽ ആയിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. റെഡി, അപ്പോൾ ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എത്ര വരുന്നു, യെസ് 16,720 വരും അല്ലേ. യെസ് 16,720 വരുന്നു അല്ലേ ഓരോരുത്തർക്കും. അപ്പം എത്രയാണ്, മോണിക്കയ്ക്ക് എത്ര വരുന്നു, 16,720 വരും. അതേപോലെ ആർക്ക്, കൃഷ്ണനും എന്ത് വരും, 16,720 വരും അല്ലേ. എന്താ ബാലൻസ് ക്യാരിഡ് ഔട്ട്. റെഡിയല്ലേ, റെഡിയല്ലേ, ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്തെന്ന് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. കൃത്യമായിട്ട് ആ ഫോമാറ്റ് പഠിച്ചു വെക്കുക. യെസ്, കൃത്യമായിട്ട് മക്കൾ ഇതാ എന്താക്കുക, ഈ ഫോമാറ്റ് പഠിച്ചു വെക്കുക, ഓരോരുത്തരുടെയും ഫോമാറ്റ്. റെഡി, സോറി, ഓരോന്നിൻ്റെയും എന്താ, ഓരോരുത്തരും അല്ല ഓരോ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാ, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. റെഡി, ഓക്കെ അല്ലേ. യെസ്, നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.